ദൈവം കൃപ നൽകി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് നമ്മൾ യാഗങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയായിരുന്നു. ഈ ക്ലാസ് ഒരു പൂർണ്ണമായ പഠനം എന്നുള്ള നിലയിലല്ല, നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത്യാവശ്യം ലേവ്യ യാഗങ്ങളെ സംബന്ധിച്ച് ഒരു അവബോധം നമുക്കുണ്ടാകത്തക്ക നിലയിൽ പെട്ടെന്ന് ഒരു വിഷയത്തെ സംബന്ധിച്ച്, യാഗങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ നമുക്കതിൽ നിന്ന് അത്യാവശ്യം ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. നമുക്കറിയാം 5 യാഗങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത് എന്ന് നമുക്കറിയാം. 5 യാഗങ്ങളിൽ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ഇവ 3ഉം സൗരഭ്യവാസന യാഗങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. പാപയാഗവും അകൃത്യയാഗവും അങ്ങനെ അല്ലാത്ത സൗരഭ്യവാസന ഗണത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആദ്യത്തെ 3 യാഗങ്ങൾ സൗരഭ്യവാസന യാഗങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പിതാവാം ദൈവത്തിന് ക്രിസ്തുവിന്റെ യാഗം എപ്രകാരം സൗരഭ്യപൂരിതമായിരുന്നു എന്ന് വ്യക്തമാക്കിയാണ്. പാപയാഗവും അകൃത്യയാഗവും ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്ന് വ്യക്തമാക്കിയാണ്. അപ്പോൾ പിതാവാം ദൈവത്തെ പ്രസാദിപ്പിച്ച യാഗമായിരുന്നു ക്രിസ്തുവിന്റെ യാഗം എന്ന് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത് സ്വമനസ്സോടെ ആ നിലയിൽ കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കുവാൻ ആർക്കും കഴിയുകയില്ലായിരുന്നു. എന്നാൽ സ്വമനസ്സോടെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവാം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമാക്കി തീർക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പ്രവചന ഗ്രന്ഥത്തിലും അതുപോലെ സങ്കീർത്തനത്തിലും ഒക്കെ പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നത് അത് നിവർത്തിയാകണം, തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന്. പല ഭാഗങ്ങളിലും നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്, തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് അപ്രകാരം സംഭവിച്ചു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ തിരുവെഴുത്തിന് പൂർണ്ണമായൊരു നിവർത്തി വരേണ്ടത് ആവശ്യമായിരുന്നു. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രയും നമ്മുടെ കർത്താവ് വന്നത് എന്ന് തിരുവചനം വ്യക്തമാക്കിയാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ യാഗം അനിവാര്യമായിരുന്നു. അതിന്റെ നിഴൽ എന്നുള്ള നിലയിലാണ്, സാദൃശ്യം എന്നുള്ള നിലയിലാണ് ഈ 5 യാഗങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓരോ മൃഗങ്ങളെ സംബന്ധിച്ചും പക്ഷികളെ സംബന്ധിച്ചും അതൊക്കെ നൽകുന്ന ആത്മീയ അർത്ഥങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഒരു പുരോഹിതൻ, ഒരു പുതിയ നിയമ പുരോഹിതൻ അർപ്പിക്കേണ്ട 5 യാഗങ്ങളെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അത് നമ്മെ സംബന്ധിച്ചോളം നമ്മൾ പഴയ നിയമത്തിൽ പുരോഹിതന്മാരായിരുന്നു യാഗം അർപ്പിക്കേണ്ടിയിരുന്നത്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ അർപ്പിക്കേണ്ട യാഗങ്ങളോടുള്ള ബന്ധത്തിൽ അത് അക്ഷരീകമായിരുന്നു. എന്നാൽ പുതിയ നിയമ പുരോഹിതൻ അർപ്പിക്കുന്ന യാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് സ്തോത്രയാഗം, നമ്മുടെ കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിച്ച് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയാണ്. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുന്നു. നന്മ ചെയ്യുകയും കൂട്ടായ്മ കാണിക്കുകയും ചെയ്യുക, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു എന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും എന്ന് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ വായിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിക്കുന്നത് ഒരു യാഗം എന്നുള്ള നിലയിലാണ് നമുക്ക് കാണുവാനായിട്ട്. യാഗപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. സമ്പൂർണമായ സമർപ്പണം, അത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്തൃവേലയ്ക്കായിട്ട് കൊടുക്കുന്ന സാമ്പത്തിക കൂട്ടായ്മ, അത് ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായി യാഗമായി
എപ്പപ്രാദിത്തോസിന്റെ കയ്യാൽ പ്രതിഗ്രഹിച്ച് തൃപ്തനായി. അവസാനമായിട്ട് അഞ്ചാമത്തെ യാഗം എന്നുള്ള നിലയിൽ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു എന്ന പുസ്തകനായ പൗലോസ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുന്നത് ഒരു യാഗമായിട്ട് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ആദിമ കാലഘട്ടത്തിൽ അനേക വിശുദ്ധന്മാര് വിശ്വാസമെന്ന ആ യാഗം രക്തസാക്ഷി മരണത്തിലൂടെ വിശ്വാസത്തിന് വേണ്ടി അന്ത്യ ശ്വാസം വരെയും പോരാടിയിട്ടുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ നിയമ പുരോഹിതൻ അർപ്പിക്കേണ്ട യാഗങ്ങളെ സംബന്ധിച്ചും നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ അതിൻ്റെ യാഗങ്ങൾ എന്ന ആ ലിസ്റ്റിൽ പെടുത്താൻ കഴിയില്ലെങ്കിലും അതിനെ ഉത്സവങ്ങളുടെ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അതൊരു യാഗവുമാണ്. അതിന് മഹാപാപപരിഹാര യാഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മഹാപാപപരിഹാര മഹാപാപപരിഹാര പെരുന്നാൾ എന്നും നമുക്ക് അതിനെക്കുറിച്ച് വായിക്കുവാനായിട്ട് സാധിക്കും. ഈ മഹാപാപപരിഹാര പെരുന്നാൾ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, അവിടെയും യാഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ യാഗത്തോട് ചേർത്താണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച 5 യാഗങ്ങളോട് ചേർത്ത് ഈ മഹാപാപപരിഹാര യാഗത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ ചിന്തിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ആ ക്ലാസ് എൻ്റെ ലാസ്റ്റ് ആണെന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ഒരാഴ്ച കൂടെ ഇന്നും കൂടെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ഒരു കൂട്ടായ്മ അനുഭവിക്കുവാനുള്ള അവസരം ദൈവം തന്നു. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനൊരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരണം. നമ്മെ തന്നെ ദൈവത്തിന് യാഗമായിട്ട് സമർപ്പിക്കുവാൻ അത് കാരണമായി തീരണം. നമ്മുടെ ജീവിതം ദൈവത്തിന് സുഗ്രാഹ്യമായ ഒരു യാഗമായി അർപ്പിക്കപ്പെടും. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് എല്ലായിടത്തും ദൈവത്തിന്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ആ നിലയിൽ നമുക്കും നമ്മുടെ ജീവിതം ദൈവത്തിനായി അർപ്പിക്കുന്നതിലൂടെ, സമർപ്പിക്കുന്നതിലൂടെ, ഒരു യാഗമായിട്ട് സമർപ്പിക്കുന്നതിലൂടെ രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും നമ്മുടെ ജീവിതം ഒരു യാഗമായി, ഒരു സുഗ്രാഹ്യമായ യാഗമായി തീരണം. അതാണ് ദൈവം ഈ പഠനം കൊണ്ട് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് അതിനെല്ലാ പ്രിയപ്പെട്ടവരും കൃപ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മഹാപാപപരിഹാര യാഗത്തെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. മഹാപാപപരിഹാര യാഗത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലാണ്. ആ അധ്യായം മുഴുവനും ഈ മഹാപാപപരിഹാര യാഗത്തെ സംബന്ധിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൂടാതെ ലേവ്യ പുസ്തകം 23-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ സംഖ്യാ പുസ്തകം 29-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം ഒരു തുടക്കം എന്നുള്ള നിലയിൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലെവിറ്റിക്സ് ചാപ്റ്റർ 16 വേഴ്സ് 1 onwards. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, കൃപാസനത്തിന്റെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നതുകൊണ്ട് നിന്റെ സഹോദരൻ അഹരോൻ മരിക്കാതിരിക്കേണ്ട വിശ്വമന്ദിര തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്നവനോട് പറയണം. പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനോടും കൂടെ അഹരോൻ വിശ്വമന്ദിരത്തിൽ കടക്കണം. അവൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ചു, ദേഹത്തിൽ പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞുനൂൽ കൊണ്ടുള്ള നടുക്കെട്ടും കെട്ടി പഞ്ഞുനൂൽ കൊണ്ടുള്ള മുടിയും വയ്ക്കണം. ഇവ വിശുദ്ധ വസ്ത്രം ആകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെ, ഹോമയാഗത്തിന് 1 ആട്ടുകൊറ്റനെ വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അവൻ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റന്മാരെ കൊണ്ടുവന്ന് സമാധാന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന ഒരു ചീട്ടും അസസ്സയിൽ നിന്ന് മറ്റൊരു ചീട്ടും ഇട്ട് ഇങ്ങനെ 2 കോലാട്ടുകൊറ്റ ചീട്ടിടണം.
യഹോവയ്ക്ക് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയായി അർപ്പിക്കണം. അസഹേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസ്തേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധി ജീവനോടെ നിർത്തണം. എത്ര വായിക്കണം? മതിയാവും. ആ പിന്നീട് നമുക്ക് താഴോട്ട് ആവശ്യമെങ്കിൽ നമുക്ക് വായിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും അഹരോന്റെ പുത്രന്മാരാണ്. അവര് അന്യാഗ്നി കത്തിച്ചതിനാല് യഹോവയുടെ സന്നിധിയിൽ തീ ഇറങ്ങി അവരെ നശിപ്പിച്ച സംഭവം ഇസ്രയേലിൽ വലിയ നടുക്കവും ഭയവും ഉളവാക്കിയതാണ്. നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അന്യാഗ്നി കത്തിക്കരുത് എന്ന് വ്യവസ്ഥയുണ്ട്. യാഗപീഠത്തിലെ കനലിൽ നിന്നാണ് തീയെ ധൂപപീഠത്തിലേക്കും അതുപോലെ മറ്റെല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകേണ്ടത്. നിലവിളക്ക് പ്രകാശിപ്പിക്കേണ്ടതിനും ആ നിലയിൽ യാഗപീഠത്തിലെ അഗ്നിയാണ് ഉപയോഗിച്ചിരുന്നത്. അന്യാഗ്നി ഉപയോഗിക്കാൻ പാടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അഗ്നി, ദൈവം അയച്ച തീയ്, അതാണ് ആത്മീയ ശുശ്രൂഷകൾക്ക് ഉപകരിക്കേണ്ടത്. അപ്പോൾ എന്നാൽ അവർ തന്നെ തീ ഉണ്ടാക്കി. യാഗപീഠത്തിലെ അഗ്നിയല്ല, അവർ ധൂപപീഠത്തിൽ ധൂപിക്കുവാൻ വേണ്ടിയിട്ട് അവർ തന്നെ അഗ്നി ഉണ്ടാക്കി, അത് പ്രകാശിപ്പിച്ചു. അത് അന്യാഗ്നി ആയിരുന്നു. അതിൽ ദൈവം പ്രസാദിച്ചില്ല. അന്യാഗ്നി കത്തിച്ചതിനാൽ നാദാബും അബീഹുവും തീ ഇറക്കി അവരെ നശിപ്പിച്ചു കളഞ്ഞു. അത് വലിയ നടുക്കവും ഭയവും ഉളവാക്കിയ ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അഹരോന്റെ പുത്രന്മാരോട് ദൈവം കൽപ്പിക്കുകയാണ്. അതിന്റെ പ്രാരംഭവാക്യത്തിൽ നാം വായിക്കുകയുണ്ടായല്ലോ, മോശയോട് അരുളിച്ചെയ്താൽ കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിൽ മുൻപിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. അപ്പൊ കൃപാസനത്തിലേക്കുള്ള മഹാപുരോഹിതന്റെ ആഗമനം വിലക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ക്രമീകരണം ചെയ്തിരുന്നു. അതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. എല്ലാ സമയത്തും കൃപാസനത്തിലേക്ക് വരരുത്. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഒരു വാക്യമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത ഒരു സാഹചര്യം പഴയ നിയമത്തിലുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് സാധിക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെയാണ് അത് സാധ്യമായി തീർന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ യാഗത്തിന്റെ ക്രമീകരണത്തെ സംബന്ധിച്ച് നാം ഒന്ന് ചിന്തിച്ചാൽ, ഇത് 2 കോലാട്ടുകൊറ്റനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരികയാണ്. 2 കോലാട്ടുകൾ വർഷത്തിൽ ഒരിക്കൽ ചീട്ടിടുകയാണ്. ഈ 2 കോലാട്ടുകൊറ്റനെ വേർതിരിക്കുകയാണ്. യഹോവയ്ക്കെന്ന് ചീട്ടുവീണതിനും അസസ്സേലിന് ചീട്ടുവീണതിനെയും 2ആയിട്ട് തിരിക്കുകയാണ്. യഹോവയ്ക്കെന്ന് ചീട്ടുവീണ കോലാട്ടുകൊറ്റനെയാണ് യാഗമാക്കി തീർക്കേണ്ടത്. എന്നാൽ അസസ്സേലിന് എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് വ്യക്തമായ ഒരു വ്യാഖ്യാനം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. അസസ്സേൽ എന്ന് പറയുന്നത് ഏതോ ഒരു ദൂരദേശത്തേക്ക് വിടുക എന്നുള്ളതാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. ഒറ്റപ്പെട്ട ഏകാന്തമായ സ്ഥാനത്തേക്ക്, വളരെ വിദൂരതയിലേക്ക് ഈ അസസ്സേലിന് എന്ന പേര് വീണ അല്ലെങ്കിൽ ചീട്ട് വീണ ആടിനെ ഒരാൾ വശം കൊടുത്തയക്കുകയാണ്. അത് വളരെ വിദൂരതയിലേക്ക് പോവുകയാണ്. അങ്ങനെ യഹോവയ്ക്കെന്ന ചീട്ട് വീണ ആടിനെ അറുക്കുകയും ആ അറുത്ത ആടിന്റെ രക്തം മഹാപുരോഹിതനും പഞ്ഞു നൂലങ്കി ധരിച്ചുകൊണ്ട് കാൽച്ചട്ടയും മുടിയും അതുപോലെ എല്ലാ വസ്ത്രമെല്ലാം, അഹരോന്റെ വസ്ത്രം മുഴുവൻ പഞ്ഞുനൂൽ കൊണ്ടുള്ളതായിരിക്കണം എന്ന് പ്രത്യേകം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ആ നിലയിൽ
ആ യാഗം കഴിച്ച് അതിൻ്റെ രക്തം എടുത്ത് ഒരു തളികയിൽ കൃപാസനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് കൃപാസനത്തിൽ തളിക്കുകയാണ്. 7 പ്രാവശ്യം കൃപാസനത്തിൽ തളിക്കുകയാണ്. അപ്പോൾ മറ്റ് യാഗങ്ങളുടെ ഒന്നും രക്തം കൃപാസനത്തിലേക്ക് പോകുന്നില്ല. അത് യാഗപീഠത്തിൽ തളിക്കുകയാണ്. യാഗപീഠം കൊണ്ട് അവസാനിക്കുകയാണ്. യാഗപീഠത്തിൽ തളിച്ച് ബാക്കി വരുന്നത് യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയുകയാണ്. ഒരിക്കലും സാധാരണ കഴിക്കുന്ന യാഗങ്ങളുടെ രക്തം കൃപാസനത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ യാഗരക്തം കൃപാസനത്തിലേക്ക് കൊണ്ടുപോകുന്നു. കൃപാസനത്തിൽ 7 പ്രാവശ്യം തളിക്കുന്നു. ഇത് ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള വർഷാന്തര യാഗം എന്ന് വേണമെങ്കിൽ പറയാം. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന യാഗമാണ്. അത് ഇസ്രായേലിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന്. എന്നാൽ ഈ യാഗം കഴിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത്, അവൻ മരിക്കാതിരിക്കേണ്ടതിന്, അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് അവൻ ആദ്യം അവന്റെ പാപത്തിന് വേണ്ടി ഒരു കാളയെ യാഗമർപ്പിക്കണം. അഹരോൻ സ്വന്തം പാപത്തിന് വേണ്ടി ഒരു കാളയെ യാഗമർപ്പിക്കും. ഇതിന്റെ വ്യാഖ്യാനം നമുക്ക് എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനാണ്. അവൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ ആവശ്യമില്ലാത്തവനാണ്. കാരണം എന്താ അതിന്റെ കാരണം? സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മഹാപുരോഹിതനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. ഇതുപോലൊരു മഹാപുരോഹിതൻ ഇസ്രായേലിൽ ഇല്ലായിരുന്നു. ഇസ്രായേലിലുള്ള മഹാപുരോഹിതൻ എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് എടുക്കുന്ന മഹാപുരോഹിതനാണ്. അവരെ സംബന്ധിച്ചോളം അവർ പാപമുള്ളവരായിരുന്നു. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഈ മഹാപാപപരിഹാര യാഗം അർപ്പിക്കുമ്പോൾ മഹാപുരോഹിതൻ തൻ്റെ യാഗത്തിന് വേണ്ടി ആദ്യം യാഗം കഴിച്ചതിന് ശേഷം മാത്രമേ അവൻ ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ മഹാപാപപരിഹാര യാഗം അർപ്പിക്കാവൂ എന്ന് പ്രത്യേകമായിട്ട് വ്യവസ്ഥ എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം എന്നാണ്. ഈ യാഗത്തെ സംബന്ധിച്ച് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ടത്, ഇതിനെ പെരുന്നാളിന്റെ ഘട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, യാഗങ്ങൾ, ഉത്സവങ്ങൾ എന്നുള്ള വിഷയം രണ്ടും ചേർന്ന് വരുന്ന വിഷയമാണ്. 5 യാഗങ്ങളും 7 പെരുന്നാളുമാണുള്ളത്. ഈ 7 പെരുന്നാളുകളിൽ ഈ മഹാപാപപരിഹാര യാഗം വരുന്നത് കാഹളധ്വനി പെരുന്നാളിനും കൂടാര പെരുന്നാളിനും ഇടയിലാണ്. നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ കാര്യപരിപാടിയില് ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളുടെ ക്രമം നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, കാഹളധ്വനി പെരുന്നാളിനും കൂടാര പെരുന്നാളിനും ഇടയിൽ വരുന്നതായ മഹാപാപപരിഹാര പെരുന്നാൾ. എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? കാഹളധ്വനി പെരുന്നാൾ എന്തിനെയാണ് സദൃശീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെയാണ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നുള്ള വചനം നിവൃത്തിയാകുന്നതാണ് കാഹളധ്വനി പെരുന്നാളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാഹളധ്വനി പെരുന്നാളിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമ്മള് പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി 2 കാഹളങ്ങൾ ഉണ്ടാകണം. ആ 2 കാഹളങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സഭയെ കൂട്ടിച്ചേർക്കാൻ, മറ്റൊന്ന് സഭയെ പുറപ്പെടുവിക്കുവാൻ. നമുക്കറിയാം, ആ സംഭവം നമുക്കറിയാം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുമ്പായിട്ട് മേഘം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ട് മേഘം അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ ഈ മേഘം നിൽക്കുമ്പോൾ അവർ എവിടെയായിരുന്നാലും അവർ പാളയമിറങ്ങണം. അങ്ങനെ മേഘം നിൽക്കുമ്പോൾ പാളയമിറങ്ങുമ്പോൾ, ആ പാളയമിറങ്ങേണ്ട സാഹചര്യമാകുമ്പോൾ അവരെന്ത് ചെയ്യണം?
അവര് സഭയെ വിളിച്ചു ചേർക്കാനുള്ളതായിരിക്കുന്ന കാഹളമൂതണം. എന്നാൽ മേഘം യാത്ര പുറപ്പെടുമ്പോൾ ഗംഭീരധ്വനി ഊതണം. ഗംഭീരധ്വനി ഊതുമ്പോൾ ഈ ഇസ്രായേൽ ജനം മുഴുവൻ അവരെന്ത് ചെയ്യണം? പാളയം വിട്ട് അവർ പുറപ്പെടണം. വളരെ ബന്ധപ്പാടുള്ള ഒരു യാത്രയായിരുന്നു ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര എന്ന് പറയുന്നത്. പരീക്ഷണങ്ങളും വളരെ പ്രയാസങ്ങളും ഒക്കെയുള്ള യാത്രയായിരുന്നു. ഈ കൂടാരമടിക്കുന്നതായ ഈ പാളയം ഇറങ്ങുന്നതായ സമയത്ത് അവർ സമാഗമന കൂടാരം നിവർക്കണം. ഈ സമാഗമന കൂടാരം നിവർക്കുമ്പോൾ അത് നിവർത്ത് അതിന്റെ ചുറ്റിലുമായിട്ടാണ് ഇസ്രായേൽ ജനം പാളയം ഇറങ്ങിയിരുന്നത്. എന്നാൽ ഗംഭീരധ്വനി ഊതുമ്പോൾ ഇവരെന്ത് ചെയ്യണം? ഈ സമാഗമന കൂടാരത്തിന്റെ കുറ്റിയും കൊളുത്തും കയറുമെല്ലാം അഴിച്ച് അതെല്ലാം എടുത്തുകൊണ്ട് അത് ചുമക്കാൻ പ്രത്യേകം നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന കെഹാത്യരും മെരാര്യരും ഗെർശോന്യരും ഒരു 3 കൂട്ടരാണ് സമാഗമന കൂടാരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ചുമക്കേണ്ടിയിരുന്നത്. അവർ ചുമക്കേണ്ട ഭാഗങ്ങൾ എല്ലാം ചുമന്നുകൊണ്ട് പാളയം പുറപ്പെടുകയാണ്. ഗംഭീരധ്വനി ശബ്ദം കേൾക്കുമ്പോൾ പാളയം പുറപ്പെടുന്നു. ഇത് സഭയുടെ ഉൾപ്രാവണത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ കാഹളധ്വനി പെരുന്നാൾ സഭയെ പുറപ്പെടുവിക്കുകയാണ്, ഗംഭീരധ്വനി ഊതുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും എന്ന് പറയുന്നത് പോലെ ഗംഭീരധ്വനി ഊതുകയാണ്. ഉൾപ്രാവണം നടക്കുകയാണ്. ഉൾപ്രാവണം നടന്നതിന് ശേഷം ഇവിടെ മഹാപാപപരിഹാര പെരുന്നാൾ വെച്ചിരിക്കുകയാണ്. മഹാപാപപരിഹാര പെരുന്നാളിന് ശേഷമാണ് 7ാമത്തെ പെരുന്നാളായ കൂടാരപ്പെരുന്നാൾ വരുന്നത്. ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? കാഹളധ്വനി പെരുന്നാളോടുകൂടെ നമ്മുടെ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ കർത്താവിന്റെ പുനരാഗമനത്തിന്റെ ആദ്യഘട്ടം നടക്കുന്നു. ഉൾപ്രാവണം സംഭവിക്കുന്നു. സഭയെ കർത്താവിനോടൊപ്പം ചേർക്കുന്നു. ഇവിടെ 7 വർഷക്കാലത്തെ ആന്റി ക്രൈസ്റ്റിന്റെ മഹാപീഡനം ആരംഭിക്കുന്നു. ആ 7 വർഷത്തെ മഹാപീഡനം ആരംഭിക്കുമ്പോൾ ഇവിടെ ഇസ്രായേൽ ജനത്തിന് ആദ്യ 3.5 വർഷം അനുകൂലമായിട്ടായിരിക്കും ആന്റി ക്രൈസ്റ്റ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 3.5 വർഷം കഴിയുമ്പോൾ അവൻ തന്റെ തനി സ്വഭാവം വെളിപ്പെടുത്തുകയും മഹാപീഡനം, യാക്കോബിന്റെ കഷ്ടകാലം, മഹോപദ്രവവും ഉണ്ടാകും. ആന്റി ക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ അവൻ ദേവാലയം പണിയപ്പെടുമെന്ന് ചിന്തിക്കുന്നു. ആ ദേവാലയത്തിൽ ആന്റി ക്രൈസ്റ്റ് മൃഗത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നു. അതിനെ നമസ്കരിക്കണം. ആ മൃഗത്തിന്റെ മുദ്ര കൈമേലോ നെറ്റിമേലോ സ്ഥാപിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ താല്പര്യമില്ലാത്തവർക്ക് വലിയ ഉപദ്രവം ഉണ്ടാകും. ആ മൃഗത്തിന്റെ മുദ്ര അത് കൈമേലോ നെറ്റിമേലോ ഏൽക്കുന്നവർക്ക് മാത്രമേ ക്രയവിക്രയം ചെയ്യുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. ആന്റി ക്രൈസ്റ്റിന്റെ പിശാചിന്റെ അനുഗാമികളായിട്ട് അവർ മാറ്റപ്പെടുകയാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇന്നേ വഴി അവര് പ്രതിമയെ നമസ്കരിച്ചിട്ടുണ്ട്, വിഗ്രഹങ്ങളെ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ശിക്ഷാ നടപടിയിൽ കൂടി അവർ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ ആന്റി ക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ മൃഗത്തിന്റെ മുദ്ര സ്ഥാപിച്ച്, മൃഗത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ട് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരിൽ ആ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെടുന്ന മുദ്രയെ നമസ്കരിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നതായ വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത് എന്നുള്ള ദൈവകൽപ്പന ലഭിച്ചതായിരിക്കുന്ന ഇസ്രായേൽ ജനം അതിനെ നമസ്കരിക്കുവാൻ മടി കാണിക്കുകയും ആ സന്ദർഭത്തിൽ ആന്റി ക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ മഹാപീഡനം സംഭവിക്കുകയും അനേക ഇസ്രായേൽ യഹൂദന്മാർ രക്തസാക്ഷികളായി തീരുകയും ചെയ്യും എന്ന് നാം തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മഹാപീഡനത്തിന്റെ ഒടുവിൽ 7 വർഷം ആണ് മഹാപീഡന കാലം. ആ മഹാപീഡനത്തിന്റെ ഒടുവിൽ അവർ കുത്യവങ്കിലേക്ക് നോക്കി വിലപിക്കും. ഞങ്ങളുടെ മശിഹായെ ക്രൂശിച്ചു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ന്യായവിധി ഏറ്റുവാങ്ങി, ഞങ്ങളുടെ വാക്കുകളാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെട്ടു. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ വാക്കുകളാൽ തന്നെ നാം നീതീകരിക്കപ്പെടുകയും നമ്മുടെ വാക്കുകളാൽ തന്നെ നാം കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ വാക്കുകൾ നീതീകരിക്കപ്പെടുവാനുള്ള വാക്കുകൾ നമുക്കറിയാം. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വാക്കുകളാൽ നീതീകരിക്കപ്പെടുക, ദൈവത്തിൽ നിന്നുള്ള നീതീകരണം സ്വന്തമാക്കുക. എന്നാൽ ഇവിടെ ഇസ്രായേൽ ജനം അവര് വാക്കുകളാൽ നീതീകരിക്കപ്പെടാതെ അവർ സ്വയം അവരുടെ ന്യായവിധി ഏറ്റുവാങ്ങി അവർ കുറ്റം വിധിക്കപ്പെട്ടു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും
ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നുള്ളതായിരിക്കുന്ന അവരുടെ ആഗ്രഹപ്രകാരം നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ആ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ പൊതുവിലുള്ള കണക്കനുസരിച്ച് AD 30 എന്ന് പൊതുവെ നാം അംഗീകരിക്കുന്നു. അതായത് പല കണക്കുകളുണ്ട്, അതേ സംബന്ധിച്ച് എല്ലാ കണക്കിലും അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ട്. അത് കാലങ്ങളായിട്ട് അത് നിലനിൽക്കുകയാണ്. അതിന് കൃത്യമായിട്ട് ഒരു 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 ഡേറ്റ് എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. BC 4 നമ്മുടെ കർത്താവ് ജനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BC 4000 മുതൽ പുറകോട്ട് എണ്ണിയാണല്ലോ BC കണക്കാക്കുന്നത്, ക്രിസ്തു വർഷം ആരംഭിക്കുന്നത്. BC 4000 ആരംഭിച്ച് 3999, 98, 97 ഇങ്ങനെ പുറകോട്ട് വന്ന് BC 4 വന്നു. BC 4 ഔഗസ്തോസ് കൈസറുടെ ഭരണം നടക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു കാലക്കണക്കനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ 33.5 വർഷം കർത്താവ് ഭൂമിയിൽ ഉണ്ടായിരുന്നു. 3.5 വർഷം തന്റെ പരസ്യ ശുശ്രൂഷയായിരുന്നു. ആ 3.5 വർഷം കൂടെ കണക്കാക്കുമ്പോൾ BC 4 ജനിച്ച കർത്താവായ യേശു ക്രിസ്തു 33.5 വർഷം ആകുന്നത് AD 30 AD 31 എന്ന് പറയുന്നവരുണ്ട്, 32 എന്ന് പറയുന്നവരുണ്ട്. അത് നമുക്ക് വിഷയമല്ല. അത് കൃത്യമായ ഒരു പൊതുവെയുള്ള ധാരണയിൽ AD 30 കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. AD 30 കർത്താവ് ക്രൂശിക്കപ്പെട്ട് ആ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പേ AD 70 തീത്തൂസ് കൈസർ യെരുശലേം ദൈവാലയം ആക്രമിച്ചു. അതിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ യെരുശലേം ദൈവാലയം സമ്പൂർണമായിട്ട് തകർക്കപ്പെട്ടു. ഇന്ന് യെരുശലേം ദേവാലയം അവിടെ ഇല്ല. ആ സ്ഥാനത്ത് ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന ഒരു മുസ്ലിം ദേവാലയമാണ് അവിടെ ഉള്ളത്. ഞാൻ 2010 ആ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണാനുള്ള അവസരം ഉണ്ടായി. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ യെരുശലേം ദൈവാലയം സമ്പൂർണമായി നശിപ്പിക്കപ്പെട്ടു. നമുക്ക് അറിയാം, ഒരു ശബത്ത് ദിവസമാണ് വിലാപമതിലിന്റെ അടുത്ത് ആളുകളൊക്കെ വന്നുകൂടുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള സംഭവം നേരിൽ കാണാനുള്ള അവസരം ഉണ്ടായി. വിലാപമതിൽ അതിന്റെ സമീപത്തേക്ക് ശബത്ത് ദിവസം യഹൂദന്മാരെല്ലാം അവരുടെ തോളിൽ ചുമന്നുകൊണ്ട് വന്നിട്ട് അവര് ആ മതിലിന്റെ സമീപത്ത് നിന്നിട്ട് തല മുൻപോട്ടും പുറകോട്ടും ആഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ വിലാപമതിലിന്റെ കല്ലുകളുടെ ഇടയിലൊക്കെ ചുരുട്ടി പേപ്പറിൽ എഴുതി വെക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുന്നതിന്റെ ആശയം ഉള്ളടക്കം ഇതാണ്: ഞങ്ങളുടെ ദൈവാലയം ഞങ്ങൾക്ക് ആരാധനയ്ക്കായി തുറന്നു തരണമേ, ഞങ്ങളുടെ ദൈവാലയം യഥാസ്ഥാനത്താക്കി തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയി, അവരുടെ പാപനിമിത്തമാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഈ നിലയിൽ അവരിപ്പോൾ പ്രാർത്ഥിക്കുന്നെങ്കിലും ആന്റി ക്രൈസ്റ്റിന്റെ മഹാപീഡന കാലഘട്ടത്തിലായിരിക്കും അവർ കുലമായിട്ട് ഗോത്രമായിട്ട് ആദ്യജാതൻ നഷ്ടപ്പെട്ട മാതാക്കൾ വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കുന്നത്. അവരുടെ വിലാപത്തിൽ നമ്മുടെ കർത്താവ് മഹത്വ പ്രത്യക്ഷത തന്റെ വിശുദ്ധ സഭയുമായിട്ട് ഒലിവുമലയിൽ കാൽ ചവിട്ടുകയും തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവർക്ക് യെരുശലേം കേന്ദ്രമാക്കി ദാവീദിന്റെ സിംഹാസനം യഥാസ്ഥാനത്താക്കപ്പെടുകയും ഒരു രാജാവ് നീതിയോടെ വാഴുമെന്നുള്ള ആ സംഭവം അക്ഷരീകമായിട്ട് സംഭവിക്കുകയും അങ്ങനെ ദാവീദിന്റെ നഗരത്തിൽ യെരുശലേമിൽ കർത്താവായ യേശു ക്രിസ്തു രാജത്വം പ്രാപിച്ചു വാഴുകയും ചെയ്യും. ഇസ്രയേലിന് ഒരു സഹസ്രാബ്ദ വാഴ്ച ഉണ്ടാകും എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ മഹാപീഡന കാലഘട്ടത്തെ ഓർപ്പിക്കുന്നതാണ് ഈ മഹാപാപപരിഹാര യാഗം. ഇസ്രയേലിന് വേണ്ടി വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന യാഗം. ആ യാഗം അത് ഇസ്രയേലിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇത് മഹാപാപപരിഹാര യാഗം. ഇതാ നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പായിട്ട് ഇസ്രയേൽ ജനം കുലമായിട്ട് അനുദപിച്ച് യഥാസ്ഥാനപ്പെട്ട് മശിഹായെ കൈക്കൊള്ളുന്നു ായിരിക്കുന്ന രംഗം സക്രിയ പ്രവചനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അക്ഷരപ്രകാരം തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അതിനുശേഷമാണ് കൂടാര പെരുന്നാൾ വരുന്നത്. ഇതൊക്കെ പെരുന്നാളുകളുടെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന വിഷയമാണ്. അതിനുശേഷം കൂടാര പെരുന്നാൾ.
കൂടാരപ്പെരുന്നാളിൽ എന്താ സംഭവിക്കുന്നത്? സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞാൽ പിന്നീട് കൂടാരപ്പെരുന്നാളാണ്. എന്ന് പറഞ്ഞാൽ അക്ഷരീയമായിട്ടല്ല, ആത്മീയമായിട്ട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകില്ല. ആ നിലയിലുള്ള ഒരു കൂടാരപ്പെരുന്നാളിനെ സംബന്ധിച്ചും നമുക്ക് തിരുവഴുത്ത്. അപ്പൊ ഈ കൂടാരപ്പെരുന്നാളിന്റെയും കാഹളത്തൊലി പെരുന്നാളിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു പെരുന്നാളും യാഗവുമായിട്ടാണ് മഹാഭാവപരിഹാര യാഗത്തെ അല്ലെങ്കിൽ മഹാഭാവപരിഹാര പെരുന്നാളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി ആ യാഗത്തിന്റെ വിശദീകരണത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക്, അതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മറ്റു പെരുന്നാളുകളൊക്കെ സന്തോഷിക്കുവാനുള്ള പെരുന്നാളാണ്. 7 പെരുന്നാളിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം സന്തോഷിക്കുവാനുള്ള പെരുന്നാളാണ്. പെസഹ പെരുന്നാൾ, അതാണ് ആദ്യത്തെ പെരുന്നാൾ. പെസഹ കഴിഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അതാണ് രണ്ടാമത്തെ പെരുന്നാൾ. മൂന്നാമത്തേത് ആദ്യഫല പെരുന്നാൾ. അത് കഴിഞ്ഞിട്ട് 4-മത്തേത് പെന്തക്കോസ്ത് പെരുന്നാൾ. ഇങ്ങനെ 7 പെരുന്നാളുകളെ സംബന്ധിച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പെരുന്നാളുകളെല്ലാം സന്തോഷിക്കുവാനുള്ളതാണ്. എന്നാൽ ഈ മഹാഭാവപരിഹാര പെരുന്നാൾ അല്ലെങ്കിൽ യാഗം എന്ന് പറയുന്നത്, മഹാഭാവപരിഹാര യാഗം എന്ന് പറയുന്നത്, അത് ദുഃഖിക്കുവാനുള്ളതാണ്, ആത്മതപനം ചെയ്യുവാനുള്ളതാണ്, തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനുള്ളതാണ് ഈ യാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാഭാവപരിഹാര യാഗത്തിൽ അതിന്റെ വിശദീകരണത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 2 കോലാട്ടുകൊറ്റനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരികയാണ്. 2 കോലാട്ടുകൊറ്റനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ട് ആ കോലാട്ടുകൊറ്റൻ ചീട്ടിട്ട് ഒന്ന് യഹോവയ്ക്കെന്നും മറ്റൊന്ന് അസസേലിനുമായിട്ട് ചീട്ടിടുകയാണ്. യഹോവയ്ക്കെന്നുള്ള ചീട്ട് വീണ ആ കോലാട്ടുകൊറ്റനെ ദൈവസന്നിധിയിൽ അറുക്കുകയും ആ യാഗത്തിന്റെ രക്തവുമായിട്ട് മഹാപുരോഹിതൻ പഞ്ഞിനൂലൊക്കെ ധരിച്ച് കൃപാസനത്തിങ്കിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ അസസേലിന് ചീട്ട് വീണ ആ കോലാട്ടുകൊട്ടിന്റെ തലയിൽ കൈവച്ച് പാപം ചുമത്തി ആ കോലാട്ടുകൊട്ടിനെ മരുഭൂമിയിൽ വിദൂര സ്ഥലത്തേക്ക് അയക്കുകയാണ്. ആ കോലാട്ടുകൊട്ടിന് എന്ത് സംഭവിച്ചെന്നോ, അത് മടങ്ങി വന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നും രേഖയില്ല. അത് ദൂരേക്ക് പോയി, അതും ഒരു പക്ഷേ വളരെ വിദൂരതയിലേക്ക് പോയി. എന്ത് ഭവിച്ചു എന്ന് അറിയാൻ കഴിയുന്നില്ല. എന്നാൽ അതൊരു വലിയ ആത്മീയ സത്യത്തിന്റെ നിഴലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് തുടർന്ന് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഈ മഹാഭാവപരിഹാര യാഗത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആത്മീയമായിട്ടുള്ള അർത്ഥമാണ് നമുക്കിവിടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നമുക്ക് ഇത് ക്രൂശിലെ യാഗത്തിന്റെ സദൃശ്യമായിട്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എബ്രായലേഖനം 10-ാം അധ്യായം നമുക്ക് അതിനോട് ചേർത്ത് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്രൂശിലെ യാഗത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വർഷാന്തര ശുദ്ധീകരണമാണ് മഹാപരിഹാര പെരുന്നാളിലെങ്കിൽ ആജീവനാന്ത ശുദ്ധീകരണമാണ് ക്രൂശിലെ യാഗത്തിലൂടെ സംഭവിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മഹാപരിഹാര യാഗം നടത്തണമായിരുന്നു. ആ മഹാപരിഹാര യാഗം ഇസ്രായേൽ ജനത്തിന് ആണ്ടുതോറും ആവർത്തിച്ച് ചെയ്യണമായിരുന്നു. ആണ്ടുതോറും ആവർത്തിച്ച് ചെയ്യുന്ന യാഗമായിരുന്നു അത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണം എന്ന് പറയുന്നത് ആണ്ടുതോറുമുള്ള വിശുദ്ധീകരണമല്ല, പിന്നെയോ നമ്മുടെ ജീവിതാന്ത്യം വരെയുള്ള നമ്മുടെ ആജീവനാന്ത ശുദ്ധീകരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുകയാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമുക്ക് അതിനോട് ചേർന്ന് എബ്രായലേഖനം 9-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിക്കാമോ? എബ്രായലേഖനം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം. Hebrew chapter 9 verse 25. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശ്രമത്തെ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. ഇവിടെ അത് വ്യക്തമാക്കിയാണ്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ
ആവശ്യമില്ല. വർഷത്തിലൊരിക്കൽ അന്യരക്തത്തോടു കൂടി, എന്ന് വെച്ചാൽ ഒരു കോലാട്ടുകൊണ്ട രക്തത്തോടു കൂടിയാണ് അഹരോൻ ദൈവസന്നിധിയിലേക്ക് കൃപാസനത്തിലേക്ക് പോയത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവോ സ്വന്തം രക്തത്താൽ നാം വായിക്കുന്നു 26-ാം വാക്യത്തിൽ, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് തന്നെ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തെ സംബന്ധിച്ച് 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കാമോ? എബ്രായർ 13:11. ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തെ അവന്റെ 11. ഓക്കെ. മഹാബലൻ പാപപരിഹാരമായി രക്തം വിശ്വമന്ദിരത്തിൽ കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഓട് പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അപ്പോൾ ഇവിടെ വർഷത്തിലൊരിക്കൽ ഈ മഹാപാപപരിഹാര യാഗം നടത്തണമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആജീവനാന്ത ശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമത്, ഈ യാഗം, ക്രിസ്തുവിന്റെ യാഗത്തിന് നിഴലായിരിക്കുന്നത് തൻ്റെ വസ്ത്രധാരണത്തിലുള്ള ചേഞ്ചാണ്. മഹാപുരോഹിതൻ പഞ്ഞിനൂലങ്കി കൊണ്ട് ഉള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് നാം വായിക്കുകയുണ്ടായി. 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അത് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞിനൂൽ കൊണ്ട് ഉള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയും വയ്ക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അപ്പോൾ ഈ മഹാപുരോഹിത വസ്ത്രത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ അതൊരു പഠന വിഷയമാണ്. മഹാപുരോഹിതന്റെ വസ്ത്രം എന്ന് പറയുന്നത്, ആ വസ്ത്രം വളരെ വിശേഷപ്പെട്ട വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ മാർപ്പതക്കമുണ്ട്. ഇസ്രായേൽ ഗോത്രം 12-നെയും പേര് കൊത്തിയിട്ടുള്ള മാർപ്പതക്കം അഹരോൻ മാറിൽ വഹിക്കുകയാണ്. അതിൽ ഉറീമും തുമ്മീമും വെച്ചിട്ടുണ്ട്. ഉറീമും തുമ്മീമും എന്ന് പറയുന്നത് വെളിപ്പാടും സത്യവും എന്നാണ് അതിന്റെ അർത്ഥം. വെളിപ്പാടും സത്യവും ഈ ദൈവഹിതം വെളിപ്പെടുത്തുന്നതിനുള്ളതായ ഒരു ഉപാധിയായിട്ടാണ് ഉറീമും തുമ്മീമും മഹാപുരോഹിതൻ തന്റെ ശരീരത്തിൽ വഹിച്ചിരുന്നത്. മഹാപുരോഹിതൻ ഈ 12 ഗോത്രങ്ങളെയും വഹിക്കുകയാണ്. ഈ മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ അതിന്റെ നടുക്കെട്ടിനെ സംബന്ധിച്ച് വായിക്കുന്നുണ്ട്, ശിരോവസ്ത്രത്തെ സംബന്ധിച്ച് വായിക്കുന്നുണ്ട്. ഈ മഹാപുരോഹിത വസ്ത്രത്തിൽ മാതളപ്പഴവും മണിയും ഇങ്ങനെ ഇടവിട്ട് അത് തയ്ച്ചു ചേർക്കണം, അതിന്റെ അരികിൽ തയ്ച്ചു ചേർക്കണമായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. മഹാപുരോഹിതൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മണികിലുക്കം കേൾക്കാം. മാതളപ്പഴവും മണിയും ഇതിങ്ങനെ ആ ശുശ്രൂഷ ചെയ്യും. മഹാപുരോഹിതൻ ആ കൃപാസനത്തിലേക്ക് രക്തവുമായിട്ട് പോകുമ്പോൾ ഈ മഹാപുരോഹിതൻ അവിടെ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സമാഗമ കൂടാരത്തിൽ പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മണികിലുക്കം അവിടെ കേൾക്കാം. ഈ മണികിലുക്കമാണ് ഇന്ന് സമുദായസ്ഥരായിരിക്കുന്ന ആളുകൾ അവരുടെ ശുശ്രൂഷ നടക്കുമ്പോൾ, മധുബഹായിലെ ശുശ്രൂഷ നടക്കുമ്പോൾ ആത്മായ ശുശ്രൂഷകളുടെ മണികിലുക്കുന്നതും ധൂപക്കുറ്റി വീശുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പഴയ നിയമത്തിലെ ഈ യാഗങ്ങളുടെ ഒരു പകർപ്പായിട്ടാണ് അവർ ചെയ്യുന്നത്. പഴയതും പുതിയതുമായിട്ട് കൂട്ടിത്തുന്നിയിരിക്കുകയാണ്. പഴയ വസ്ത്രത്തോട് പുതിയ വസ്ത്രം കൂട്ടി തുന്നരുത് എന്ന് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവവചനം പ്രമാണിക്കാതെ, ദൈവവചനം അംഗീകരിക്കാതെ ഈ പഴയതും പുതിയതും കൂട്ടി തുന്നിയുള്ള പരിപാടിയാണ് ഇന്ന് സമുദായസ്ഥരായിരിക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ മഹാപുരോഹിതൻ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ, തൻ്റെ ശരീരം അനങ്ങുമ്പോൾ ഈ മാതളപ്പഴവും മണിയും അതിങ്ങനെ കൂട്ടിമുട്ടുകയും ശബ്ദം വെളിയിൽ കേൾക്കുകയും ചെയ്യും. അങ്ങനെ മഹാപുരോഹിതൻ അവിടെ തങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ശുശ്രൂഷ നിർവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊരു നിഴലാണ്. നമ്മുടെ മഹാപുരോഹിതൻ എന്നേക്കും ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതനാണ്. നമുക്ക് വേണ്ടി പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുകയാണ്. ആ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഇന്നും പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന്
പാപങ്ങളുടെ പരിഹാരത്തിന് നമ്മുടെ ജീവിതകാലത്ത് നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ പോരായ്മകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വാക്കില്, പ്രവൃത്തിയില്, ചിന്തയില്, നോട്ടത്തിലൊക്കെ പോരായ്മകളും കുറവുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവർക്ക് ദൈവസനിൽ ഏറ്റുപറയുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ അതൊക്കെയും നമുക്ക് ക്ഷമിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് അതിനൊക്കെ പരിഹാരം നൽകി നമ്മെ പിന്നെയും ഭൂമിയിൽ നിർത്തിയിരിക്കുകയാണ്. ആ വിഷയത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷ ചെയ്യാൻ. മഹാപുരോഹിതന്റെ ആർഭാടമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ ആ മഹാപുരോഹിത വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ട് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് ഈ മഹാപുരോഹിതന് ശുശ്രൂഷ ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ അത് വ്യക്തമാക്കുന്ന വാക്യമാണ് ഫിലിപ്പിലെ 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാറ് ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പട്ടും ധൂമ്രവസ്ത്രവും ധരിക്കുക എന്ന് പറയുന്നത്, ധൂമ്രവസ്ത്രം ധരിക്കുന്നത് രാജാക്കന്മാരാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ രാജത്വം, തന്റെ ദൈവത്വം വെടിഞ്ഞ്, തന്റെ മഹത്വം വെടിഞ്ഞ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം. പഞ്ഞിനൂൽ എന്ന് പറയുന്നത് ദാസന്റെ വസ്ത്രമാണ്, വില കുറഞ്ഞ വസ്ത്രമാണ്. അത് ദാസന്മാർ ധരിക്കുന്ന വസ്ത്രമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈ നമ്മുടെ ജീവനാന്ത പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, ക്രൂശിലൂടെ ആ പാപപരിഹാര വേല നിവർത്തിക്കുവാൻ വേണ്ടി തന്റെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താണിറങ്ങി വന്ന് ഒരു മനുഷ്യനെ പോലെ, തന്റെ ജനനം ഏറ്റവും ദരിദ്രമായ അവസ്ഥയിലായിരുന്നു, കരം കൊടുക്കാൻ കാശില്ലായിരുന്നു, ജനിക്കുവാൻ ഇടമില്ലായിരുന്നു, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ നാം മനസ്സിലാക്കുന്നത് പശുത്തൊട്ടിയിൽ കിടത്തി, പുൽക്കൂട്ടിൽ കിടത്തി എന്നതാണ്. അപ്പോൾ ജനിക്കാൻ ഇടമില്ലാതെ വണ്ണം, കരം കൊടുക്കാൻ കാശില്ലാതെ വണ്ണം, സ്വന്തമായിട്ടൊരു കല്ലറയില്ലാതെ വണ്ണം. നമ്മളൊക്കെ അറിയാം, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളൊക്കെ കല്ലറ നേരത്തെ കെട്ടിയിട്ടിരിക്കുകയാണ്. മരിച്ചാൽ ഏറ്റവും മാന്യമായ നിലയിൽ ഒരു ശവസംസ്കാരം ലഭിക്കണമെന്നുള്ള നിലയിൽ നേരത്തെ തന്നെ അതൊക്കെ ക്രമീകരണം ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവിന് ഒരു കല്ലറയില്ലായിരുന്നു. കർത്താവിന് ഭൗതികമായിട്ടുള്ള നിലയിലുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ഒരു ദാസനെ പോലെ ഈ ലോകത്തിൽ വന്നു, ചുമട് ചുമക്കുന്നവനായി, പാപം വഹിക്കുന്നവനായി. നമുക്കറിയാം, ഹോമയാഗത്തെ സംബന്ധിച്ച് നാം ചിന്തിച്ചപ്പോൾ കർത്താവിന്റെ യാഗം മൃഗത്തോട് നമ്മൾ സാദൃശ്യപ്പെടുത്തിയപ്പോൾ കാളയെ യാഗമർപ്പിക്കുന്നു. കാള ചുമട് ചുമക്കുന്ന, അനുസരണമുള്ള, യജമാനെ സ്നേഹിക്കുന്ന ഒരു മൃഗമാണ്, അനുസരണമുള്ള മൃഗമാണ്. നമ്മുടെ കർത്താവ് ദാസനായിട്ട് ഭൂമിയിൽ വന്ന് നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അതിന്റെ ഒരു സാദൃശ്യമായിട്ടാണ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് മഹാപുരോഹിതൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതാണ്. പിന്നെയും നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. നമുക്ക് മൂന്നാമതായിട്ട് ക്രൂശിലെ യാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, പാപയാഗത്തിനുള്ള കാളയെയും കോലാട്ടുകൊട്ടിനെയും പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയണം. ക്രിസ്തു പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ചു. എബ്രായ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്കിത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവ് പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ചു. ക്രൂശിൽ കർത്താവിനെ തറച്ചത് യെരുശലേമിലല്ലായിരുന്നു, യെരുശലേമിന് പുറത്തായിരുന്നു. ഗോൽഗൊഥ മല എന്ന് പറയുന്നത് തലയോട്ടിക്കുന്ന്. തലയോട്ടിക്കുന്നിലാണ് നമ്മുടെ കർത്താവിനെ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിച്ചത്. അത് യെരുശലേമിന് പുറത്താണ്. യെരുശലേമിൽ പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ച കർത്താവിനെയാണ് അത് സദൃശീകരിക്കുന്നത്. ഇവിടെ പാപയാഗത്തിനുള്ള കാളയെയും കോലാട്ടുകൊറ്റിനെയും പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയണമെന്ന് 16-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് രക്തം കൊണ്ടുപോയ പാപയാഗത്തിന്റെ കാളയെയും കോലാട്ടുകൊറ്റിനെയും പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം. അവയുടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം. അവയെ ചുട്ടുകളഞ്ഞവൻ വസ്ത്രമലക്കി ദേഹം കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ.
വളരെ കൃത്യമായിട്ടുള്ള പ്രമാണമാണ് നമുക്കിവിടെ കാണുന്നത്. മൂന്നാമത്തെ പ്രമാണം അതാണ് പാപയാഗത്തിനുള്ള കാളയെയും കോലാട്ടിനെയും പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ചുട്ടുക. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചതിനെ അത് വ്യക്തമാക്കിയാണ്. നാലാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രക്തം കൃപാസനത്തിൽ തളിക്കുവാൻ അതിപരിശുദ്ധ സ്ഥലം വർഷത്തിൽ ഒരിക്കൽ തുറക്കുകയാണ്. രക്തം കൃപാസനത്തിൽ തളിക്കുവാൻ അതിപരിശുദ്ധ സ്ഥലം വർഷത്തിൽ ഒരിക്കൽ തുറക്കുകയാണ്. സമാഗമന കൂടാരത്തെ സംബന്ധിച്ച് അറിയാവുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, അതൊരു വിഷയമാണ്. ഞാനിപ്പോൾ ആ വിഷയം ഇവിടെ TMM-ൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 വർഷത്തോളമായി ആ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. യാഗങ്ങൾ, ഉത്സവങ്ങൾ, അതുകൂടാതെ ഇപ്പോൾ സമാഗമന കൂടാരത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അതിപരിശുദ്ധ സ്ഥലത്താണ് 2 ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന 2 ഉപകരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ദൈവത്തിന്റെ നിയമപ്പെട്ടകമാണ്, മറ്റൊന്ന് അതിന്റെ കൃപാസനം എന്ന് പറയും. ആ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു മൂടിയാണ്. കരൂബുകൾ ചിറക് വിടർത്തി ഒന്നോടൊന്ന് ചിറക് യോജിപ്പിച്ച് ആ നിലയിൽ പ്രത്യേകമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃപാസനം, നിയമപ്പെട്ടകവും കൃപാസനവും. ഈ നിയമപ്പെട്ടകത്തിൽ വെച്ചിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്, 3 വസ്തുക്കളുണ്ട്. ആ നിയമപ്പെട്ടത്തിൽ വെച്ചിരിക്കുന്ന 3 വസ്തുക്കൾ എന്ന് പറയുന്നത്, ഒന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം, 2 അഹരോന്റെ തളിർത്ത വടിയാണ്, 3 മന്ന ഇട്ട് വെച്ച പൊൻപാത്രമാണ്. ഈ 3 വസ്തുക്കളും ഇസ്രയേലിന്റെ ന്യായവിധിയെ ഓർപ്പിക്കുന്നതാണ്. ഇസ്രയേൽ അനുസരണക്കേട് കാണിച്ചതിന്റെ വെളിച്ചത്തിൽ അവരെ ശിക്ഷിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്ന 3 കാര്യങ്ങളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ന്യായപ്രമാണം മോശയ്ക്ക് ലഭിക്കുന്നതായ സമയത്ത് നമുക്കറിയാം, അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. ആദ്യത്തെ കൽപ്പന എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. വീണ്ടും കൽപ്പന ഉണ്ടാക്കി അതിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതി. ആ ന്യായപ്രമാണം ഇതാ നിയമപ്പെട്ടകത്തിൽ വെച്ചിരിക്കുകയാണ്. അഹരോന്റെ തളിർത്ത വടി എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ മത്സരം. ഇസ്രയേൽ മത്സരിച്ചു. പൗരോഹിത്യം അഹരോന് മാത്രമേ ഉള്ളൂ, ലേവി ഗോത്രത്തിന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കാർക്കുമായി ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ലേ? കോരഹ്, ദാദാൻ, അബീറ അവർ മത്സരിച്ചു. അപ്പോൾ അവിടെ അവര് ഭൂമി വായ് വിടുന്നവരെ വിഴുങ്ങിക്കളഞ്ഞതായിട്ട് നാം വായിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വടി, എല്ലാ ഗോത്രത്തിൽ നിന്നും 12 ഗോത്രത്തിൽ ഓരോ വടി കൊണ്ടുവരാനായിട്ട് പറയുന്നു. ആരുടെ വടി തളർക്കുന്നതോ അവർക്കാണ് പൗരോഹിത്യം. അഹരോന്റെ വടി മാത്രമാണ് തടുത്തത്. ആ വടി ഈ നിയമപ്പെട്ടകത്തിൽ വെച്ചിട്ടുണ്ട്. മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, അവർക്ക് മന്ന കൊടുത്തു, കാടപ്പക്ഷി മന്നയും നൽകി, അവർക്ക് സ്വർഗീയ ഭോജനം നൽകി. പക്ഷേ അവരുടെ വായിൽ ആ ഇറച്ചിയിരിക്കുമ്പോൾ തന്നെ അവർ മന്ന സമൃദ്ധമായിട്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പോഷക സമൃദ്ധമായ മന്ന ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പിറുപിറുത്തു. ആ നിലയിൽ അവരുടെ മേൽ ന്യായവിധി വന്നു. അവര് ദൈവം ന്യായവിധി നടത്തിയതായിട്ട് നാം വായിക്കുന്നുണ്ട്. ആ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം ഇതിനകത്തുണ്ട്. ഈ നിയമപ്പെട്ടകത്തിൽ ഇരിക്കുന്ന ഈ 3 വസ്തുക്കളെയും കവർ ചെയ്താണ് കൃപാസനം വെച്ചിരിക്കുന്നത്. കൃപാസനം എന്ന വാക്കിന് പ്രായച്ചിത്തം എന്ന അർത്ഥമുണ്ട്. അറ്റോൺമെന്റ്, പ്രായച്ചിത്തം. ഈ മഹാപാപപരിഹാര യാഗം എന്ന് പറയുന്നത് ഡേ ഓഫ് അറ്റോൺമെന്റ്, പ്രായച്ചിത്ത യാഗം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇസ്രയേൽ ജനത്തിന്റെ ഇസ്രയേൽ ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മഹാപാപപരിഹാര യാഗം നടക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലം തുറക്കപ്പെടുകയാണ്. വർഷത്തിലൊരിക്കൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ആ ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ അതിപരിശുദ്ധ സ്ഥലം എന്നേക്കുമായി തുറക്കപ്പെട്ടു. ഇന്ന് നമുക്ക് ഭയം കൂടാതെ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാനുള്ള ആഹ്വാനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രക്തം തളിച്ചിരിക്കുന്നു. അന്യരക്തമല്ല, സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത്, എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ചുരുങ്ങിയ ചില നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ 2-3 കാര്യങ്ങളുടെ പറയേണ്ടതായിട്ടുണ്ട്. അതോട് പറഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 5-ാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, യഹോവയ്ക്കുള്ളതിനെ അറുക്കുകയും അസസേലിനുള്ളതിനെ മരുഭൂമിയിലേക്ക് പാപം ചുമത്തി വിട്ടയക്കുകയും ചെയ്തു. അതാണ് നമ്മൾ പഠിച്ചത്.
യഹോവയ്ക്കെന്ന് ചീട്ട് വീണതിനെ അറുത്തു അതിന്റെ രക്തവുമായിട്ടാണ് മഹാപുരോഹിതൻ കൃപാസനത്തിലേക്ക് പോകുന്നത്. എന്നാൽ അസസേലിന് ചീട്ട് വീണതിനെ ഒരാൾ വർഷം മരുഭൂമിയിലേക്ക് വിട്ടയക്കുകയാണ്. അതിനെന്ത് സംഭവിച്ചു നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു സത്യത്തിന്റെ രണ്ട് വശം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ രണ്ട് കോലാട്ടുകൊറ്റനെ ഒന്നിനെ അറുക്കുന്നതും ഒന്നിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം, അതിന്റെ ആത്മീയ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ക്രിസ്തു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ മരണത്തിനായിട്ട്, നമ്മുടെ അകൃത്യ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. കാൽവരിയിൽ കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ്. മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട ആ രംഗം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർത്തുന്നു. ഒരു ആടിനെ അറുക്കുന്നു, ഒരാടിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നു. അറുക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി അകൃത്യയാഗമായി പാപയാഗമായി അർപ്പിക്കപ്പെട്ടതിന് ശേഷം മരിച്ചടക്കപ്പെട്ട അരിമത്തിലെ യോസേഫിന്റെ കടലിൽ അടക്കപ്പെട്ടെങ്കിലും മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു നമ്മുടെ കർത്താവ് നമുക്കായിട്ട് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ ആ ചിത്രമാണ് നമുക്കിതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 6-ാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 9, 10, 28 വാക്യങ്ങളിലാണ്. അത് 9-ാം ലേവ്യ പുസ്തകം അതിലെ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ലെവിറ്റിക്സ് ചാപ്റ്റർ 25 വേഴ്സ് 9. 25:9. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാകാഹളം ധ്വനിപ്പിക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തെ എല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. അടുത്ത വാക്കൂടെ. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സഹനിവാസികൾക്ക് സ്വാതന്ത്ര്യം പ്രസ്തമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തരും താന്താന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓക്കെ, മതിയാവും. ഇവിടെ ഈ മഹാപാപപരിഹാര യാഗത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അന്ന് യോബേൽ കാഹളം ധ്വനിക്കുന്ന ദിവസമാണ്. മഹാപാപപരിഹാര ദിവസത്തിലാണ് യോബേൽ കാഹളം ധ്വനിക്കുന്നത്. ഈ യോബേൽ കാഹളത്തെ സംബന്ധിച്ച് പറയുന്നത് 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണയണം. അങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിഞ്ഞ് 7-ാം മാസം 10-ാം തീയതി മഹാധ്വനിക്കാഹളം ധ്വനിപ്പിക്കണം. മഹാപാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തെല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. ആ മഹാകാഹളധ്വനി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യോബേൽ കാഹളം. 50 വർഷം കൂടുമ്പോഴാണ് ഈ യോബേൽ കാഹളം ധ്വനിപ്പിക്കുന്നത്. 7 ശബത്താണ്ട് കഴിയുമ്പോൾ 50-ാമത്തെ വർഷത്തിൽ 7 ശബത്താണ്ട് കഴിഞ്ഞിട്ട് 50-ാം ദിവസം. നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. അന്നത്തെ ആ ശബത്ത് ആണ്ട് അല്ലെങ്കിൽ 50-ാമത്തെ വർഷം യോബേൽ കാഹളം ധ്വനിക്കുമ്പോൾ അവിടെ ബദ്ധന്മാർക്ക് വിടുതൽ ലഭിക്കുകയാണ്. തടവിൽ കിടക്കുന്നവർക്ക് വിടുതൽ ലഭിക്കുകയാണ്. അവനവന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയാണ്. കടം ഇളച്ചു കിട്ടുകയാണ്. ബദ്ധന്മാർക്ക് വിടുതൽ ലഭിക്കുന്നു, അവകാശത്തിലേക്ക് മടങ്ങി വരുന്നു, കടങ്ങൾ ഇളച്ചു കിട്ടുന്നു. ഇതെന്താണ് വെളിപ്പെടുത്തുന്നത്? യോബേൽ കാഹളം. കാൽവരിയിലെ ക്രൂശിൽ ഒരു യോബേൽ കാഹളം ഊതപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ യോബേൽ കാഹളം എന്ന് പറയുന്നത് ബദ്ധന്മാർക്ക് വിടുതലും ദുഃഖിതർക്ക് അലങ്കാരമാലയും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും നൽകുവാൻ പറ്റും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ യോബേൽ കാഹളം ധ്വനിക്കപ്പെടുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് കടകൾ ഇടച്ചു കിട്ടുന്നു, അടിമകൾക്ക് വിടുതൽ ലഭിക്കുന്നു, അവകാശം നഷ്ടപ്പെട്ടു പോയവർക്ക് അവകാശം ലഭിക്കുന്നു. പ്രിയ ദൈവമക്കളെ,
നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കിട്ടി. പാപക്കടം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കൊടുത്തു വീട്ടി. പാപക്കടം ഇളച്ചു കിട്ടി. അടിമത്തത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ആ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കും. കാൽവരിയിലെ ക്രൂശിൽ യോബേൽ കാഹളം, മഹാകാഹളധ്വനി ഇതാ ഊതപ്പെട്ടിരിക്കുകയാണ്. സുവിശേഷ കാഹളത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഏഴാമതായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ അല്പം മുമ്പ് അതിന്റെ ആമുഖത്തിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ഇനി വരുന്നത് കൂടാര പെരുന്നാളാണ്. മഹാപരിഹാര പെരുന്നാൾ കഴിഞ്ഞിട്ട് കൂടാര പെരുന്നാൾ, ഏഴാമത്തെ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ കാര്യപരിപാടികൾ പൂർണ്ണമാക്കപ്പെടുകയാണ്. നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. പുതിയ ആകാശ പുതിയ ഭൂമികൾ ദൈവം സ്ഥാപിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുന്നത് പോലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗത്തിൽ നിറങ്ങി വരുന്ന മണവാളിനായിട്ട് അലങ്കരിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് പോലെ ആ പുതിയ ആകാശ പുതിയ ഭൂമികൾ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവദാനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും പുറവിളിയും ഉണ്ടാകുകയില്ല. അപ്പോൾ ഈ മഹാപാവപരിഹാര യാഗം ദൈവജനത്തിന്റെ പ്രത്യാശയെയും ഉയർത്തുന്നു എന്നുള്ളതാണ്, ഉണർത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഒടുവിലായി ചിന്തിക്കുവാനുള്ളത്. ദൈവമക്കളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ വിടുതലിനായിട്ട്, വലിയ സ്വാതന്ത്ര്യത്തിനായിട്ട്, കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി നിവർത്തിക്കപ്പെട്ട മഹാപാവപരിഹാര യാഗത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നിലയിൽ യാഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനം ദൈവം നമുക്ക് തന്നു. ആ നിലയിൽ നമുക്ക് ലഭിച്ച ഈ നല്ല കൂട്ടായ്മയ്ക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്ലാസ്സിൽ സംബന്ധിച്ച ഇതിൽ നിന്ന് ആത്മീയമായി ദൈവദിനം അഭ്യസിക്കുകയും ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പഠനം തുടർന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ നബിയേറി വരുന്ന ഒരു പ്രാവശ്യം ശ്രമിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. കഴിഞ്ഞ ഏതാണ്ട് 2 മാസമായി പ്രിയ സഹോദരൻ സാം സക്രിയയിൽ നിന്ന് ദേവിയാഗങ്ങളുടെ വിഷയത്തെ ആസ്പദമാക്കി നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യാഗം, ഇങ്ങനെ യാഗങ്ങളെയൊക്കെയും പറ്റി നാം പഠിക്കുകയുണ്ടായി. ഇന്ന് അവസാനമായിട്ട് മഹാപാപപരിഹാര യാഗം അഥവാ മഹാപാപപരിഹാര ബലി എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രിയ സഹോദരൻ നമ്മെ ഓർപ്പിച്ചു. ആ വിഷയങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ മാത്രപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്യാം. ഇന്നോടുകൂടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. പ്രിയ സഹോദരരുടെ നന്ദി, സഭയായിട്ടുള്ള നന്ദി പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ കർത്താവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വന്ദിക്കുന്നു. ദൈവമേ, സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാതപീഠമാകിയാൽ പിന്നെ പാതപീഠത്തിൽ തിരുവന പട്ടണത്തിലായിട്ട് കർത്താവെ ഈ രാത്രികാല കുട്ടികൾക്ക് ഇടയാക്കി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താടികളുടെയൊക്കെ ജീവിതയാത്ര ഇന്നോടുള്ള കത്ത് പരിപാലിച്ചോടുത്ത വിശ്വസ്തയെ ഓർക്കുകയാണ്. 1000 സ്ഥലത്തേക്ക് കൃപ അനുഭവിപ്പാൻ ഇടയാക്കി കണ്ണിൽ നിന്നും കാലിനെ വീഴ്ചെന്നും പ്രാണിനെ മരണത്തിൽ വിടിയിച്ചു. അടികൾ ഈ ലോക ജീവിതത്തിൽ വേണ്ടതൊക്കെ നദികൾ രക്ഷിപ്പാൻ, ആഹാരം ധരിപ്പാൻ, വസ്ത്രം പാർപ്പാൻ, പാർപ്പിടം വേണ്ട ജീവിതങ്ങളൊക്കെ നന്ദി. അടികളെ ഓരോരുത്തരും ജോലിസ്ഥലം വഴുത്തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിൽ അവിടുത്തെ മക്കളാക്കി തീർത്ത സ്നേഹത്തെ ഓർക്കുകയാണ്. ഒന്നുമില്ലാത്ത അവസരങ്ങളെ സ്നേഹിച്ച് യാതൊരു കാലങ്ങളെ സ്വീകരിച്ചെടുത്ത മക്കളാക്കി തീർത്തല്ലോ. അതിനുവേണ്ടി അവിടുന്ന് സ്വർഗമഹി പിടിച്ചിട്ട് നാലോകത്തിൽ വലിയ അടികൾ ഓരോരുത്തരുടെയും പാവങ്ങൾക്ക് പ്രായശ്ചിത്തം അവിടുത്തെ സ്വന്തം ജീവനെ തന്നെ കാലത്തെക്കുറിച്ച് ബലിയർപ്പിച്ച് അടികൾക്ക് വേണ്ടി വലിയ രക്ഷമാർഗിക്കുന്ന എൻ്റെ കർത്താവാകിയ സ്തോത്രം കൃപയ വിശ്വാസം മൂലം അങ്ങേ രക്ഷനെ അംഗീകരിക്കുന്ന ദൈവമക്കളാണ് പുതിയതാണ് ഭാഗ്യം നൽകുന്ന മക്കളെന്ന അവകാശ കർത്താവെന്ന് ഓർത്ത പോലെ ധൈര്യത്തോടെ കൃപാസനെടുത്തുനിന്ന് അങ്ങനെ മാത്രപ്പെടുത്തുവാനാണ് യോഗ്യരാക്കി സ്തോത്രം ചെയ്യുന്നു. അടികളെ യാതൊരു യോഗ്യതയും പറയാനില്ല. എല്ലാം അവിടുത്തെ കൃപ അവിടുത്തെ താലത്തോർത്തുള്ളെങ്കിൽ സ്തുതിക്കുന്നു. രാത്രികാലങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന മഹാപാപപരിഹാര ദിവസത്തെ പറ്റി ആസ്പദമാക്കി അനേകാരുടെ ഓർപ്പിച്ചുള്ള നന്ദിയോടെ സ്തോത്രം കേട്ട എല്ലാവരും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇതാ മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരം കർത്താവെ അടികൾക്ക് വേണ്ടി കർത്താവെ അവിടുന്ന് നൽകുന്ന നിത്യമായ കൂടാരത്തെ ഓർപ്പിക്കുക, അതിനെ ഓർപ്പിച്ചുള്ള നന്ദിയോടെ സ്തോത്രം അങ്ങനെ അനേകാരുടെ ഓർക്കുവാൻ നാടുകളുടെ അവസരം തന്നു. നന്ദിയോടെ സ്തോത്രമായ ദൈവദാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്രൂശിൽ വളരെ സംസാരിപ്പാൻ ആത്മാരെ സംസാരിപ്പാനൊക്കെ ഇടയാക്കി അടികളുടെ ജീവന ഭക്തിക്ക് ആവശ്യമുള്ള അനേക കാര്യങ്ങൾ കർത്താവ് പഠിപ്പാൻ കർത്താവെ
ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇടയാക്കി നന്ദിയോടെ സ്തോത്രം, എത്രത്തോളം നടത്തിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ദൈവമേടികൾ തൽക്കാലം പിരിയാണ്, പിരിയാസനം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി തമ്മിൽ കാണുവരെയും അവിടുത്തെ കുറെ മറച്ചോളോട് തന്നെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സർവമൗത്വം പെരുവാതിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകല മണികൾക്കായി ജീവൻ ഞങ്ങളെ വീണ്ടെടുക്കാനുള്ള ചേർപ്പാൽ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠ നാമത്തിൽ അപേക്ഷിക്കുന്ന പരിസ്ഥിതാവെ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്രയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കാവലും നാം ഏവരോടും നാം പൗത്രപ്രാർത്ഥന വിഷയങ്ങളോട് പ്രത്യേകിച്ച് കർത്താവ് കേട്ട ഇന്ന് കേട്ട വചനത്തോടും അനുസരിച്ച ദിവസങ്ങളോടും ലോകങ്ങളുടെ വിശ്വന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും അടുത്ത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.